അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹു നമ്മളുടെ കൂടിച്ചേരൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മളെ സെൻറ്ററിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആ ഭാഗത്ത് ഒരു സഹോദരി, ഭർത്താവ് മരണപ്പെട്ട ഒരു സഹോദരി വരികയും ഭർത്താവ് മരിച്ചതിന് ശേഷം അവർക്കുണ്ടായ ചില അനുഭവങ്ങൾ അവർ പറയുകയും ചെയ്തു. നമ്മളെ സഹോദരിമാരൊക്കെ അത് നമ്മളെ പ്രവർത്തക ഗ്രൂപ്പിൽ അത് പങ്കുവച്ചിരുന്നു. ഭർത്താവ് മരണപ്പെട്ട ആ ഒരു സമയത്ത് തന്നെ ആ സഹോദരിയോട് അവരുടെ വീട്ടിലുള്ള ആളുകൾ മുന്നിലൂടെ മയ്യത്ത് വരുമ്പോൾ ഈ ബാക്കിലൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറയുന്ന ഒരു കാര്യം. ഇന്നലെ ആ വീട്ടിൽ ഉഷറാക്കിയവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ വിവരം ഇൻഷാ അല്ലാഹ് അവർ ഇവിടെ പറയും, ആ വീട്ടിലെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഭർത്താവ് മരണപ്പെട്ടാൽ അവരുടെ ഭാര്യമാരോട് അല്ലെങ്കിൽ വിധവകളായിട്ടുള്ള സഹോദരിമാരോട് ആ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ കാണിക്കുന്ന സമീപനങ്ങൾ ഈ ഒരു സംഭവങ്ങളിൽ മാത്രമല്ല, ഒരുപാട് സംഭവങ്ങൾ നമ്മൾക്ക് അറിയാം. പല വിധവകളായിട്ടുള്ള സഹോദരിമാരും അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇദ്ദയിലിരിക്കുന്ന നമ്മളെ സെൻറ്റർ ബന്ധപ്പെടുന്ന പല സഹോദരിമാരും ഇദ്ദയിൽ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, വീട്ടുകാരിൽ നിന്ന് അവർ കേൾക്കുന്ന കുത്തുവാക്കുകളും, പലരെയും ഭർത്താവ് മരിച്ച ആ ഒരു ദിവസം തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ 2-3 കുട്ടികളെയൊക്കെ കൈപിടിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരികയാണ് ചെയ്യുന്നത്. സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴും അവിടെയും താമസിക്കാനുള്ള സൗകര്യങ്ങളോ മറ്റൊന്നുമില്ലാതെ വാടക വീട്ടിൽ പോകേണ്ട ഒരവസ്ഥ. ഇതുപോലും സമാധാനത്തിൽ 4 മാസവും 10 ദിവസവും ഇതുപോലും ആചരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് പലപ്പോഴും കാണാൻ കഴിയുന്നത്. പല സഹോദരിമാരും ഈ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം അവരുടെ ഭർത്താവ് അവർക്ക് മരണപ്പെട്ടു, ആ ഒരു നഷ്ടമാണത്. എന്നാൽ അതിലോടൊപ്പം തന്നെ അവരനുഭവിക്കുന്ന ഇതുപോലുള്ള ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും, അതല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോയാൽ സ്വന്തം സഹോദരന്മാരുടെ ഭാര്യമാരിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്നൊക്കെ അവർ കേൾക്കുന്ന മാനസികമായിട്ടുള്ള പ്രയാസങ്ങളിൽ, വാക്കുകളിലൊക്കെ മനസ്സ് തളർന്ന് പലരും മാനസിക രോഗത്തിൻ്റെ ആ ഒരു വഴിയിലേക്ക് മാറുകയും ഡിപ്രസ്ഡ് മൂഡിലാവുകയും ചെയ്തിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മളെ സെൻറ്ററിൽ നിന്ന് ഇത്തരത്തിലുള്ള ഇങ്ങനെ വളരെ പ്രയാസത്തിൽ മനസ്സ് തളർന്ന് 2 കുട്ടികളെയും അല്ലെങ്കിൽ 3 കുട്ടികളുടെയൊക്കെ കൈപിടിച്ചുകൊണ്ട് ഒരാശ്വാസം തേടി വിഷാദ മുഖഭാവത്തോടു കൂടി കടന്നു വരുന്ന ഈ സഹോദരിമാരെ നമ്മുടെ സെൻറ്ററിൽ കടന്നു വരുമ്പം ഇവിടെ നിന്ന് അവർക്ക് കിട്ടുന്ന ആ ഒരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ, അവർക്ക് നൽകുന്ന സമാധാനത്തിൻ്റെ, അല്ലെങ്കിൽ അവരുടെ നിങ്ങൾ പ്രയാസപ്പെടേണ്ട, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും നമ്മുടെ സെൻറ്ററിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസം. പ്രത്യേകിച്ച് നമ്മളെ സഹോദരിമാരൊക്കെ ഈ നിരന്തര പ്രവർത്തക മേഖലയിലുള്ള നമ്മുടെ സഹോദരിമാരൊക്കെ അതിൽ വളരെ നല്ല ഒരു റോളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഷീറാക്കിയിരിക്കുന്ന ആ ബഷീറാക്കൻ്റെ ആ ഒരു ഓഫീസിലായാലും ഭർത്താവ് മരണപ്പെട്ട് ഇതുവരെ എന്താണ് നിങ്ങളുടെ വർത്താനം, വീട്ടിലെ അവസ്ഥ എന്താണ് എന്നുള്ളത് സ്വന്തം കുടുംബക്കാർ പോലും അന്വേഷിക്കാതിരിക്കുമ്പോൾ, ഒരു കുടുംബ ബന്ധവും പരിചയവുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ഓഫീസിൽ കയറി വരുമ്പോൾ എന്താണ് നിങ്ങളുടെ വർത്താനം എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു മാനസികമായിട്ടുള്ള സമാധാനമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിധവകളായിട്ടുള്ള സഹോദരിമാരുമായി നമ്മൾ സംസാരിക്കുമ്പം നമ്മൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത് അവർക്ക് അതൊരു മാനസികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ ഒരു ആശ്വാസം കിട്ടും. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പരലോക ജീവിതത്തിലേക്ക് നമ്മൾ നടത്തുന്ന വലിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ് വിധവകളായിട്ടുള്ള സഹോദരിമാർക്കിടയിൽ അവരുടെ
നല്ല സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങൾ എന്നുള്ളതാണ്. അതിലൊന്നാമതായിട്ട് തന്നെ അവർക്ക് നമ്മൾ നൽകുന്ന മാനസികമായിട്ടുള്ള ആ ഒരു ആശ്വാസം, അത് നമ്മൾ നൽകുന്നത് അവരെ പ്രയാസപ്പെട്ട് ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന സഹോദരിമാരുടെ മുമ്പിൽ നമ്മളേതെങ്കിലും പാട്ടിട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണിച്ചു കൊടുത്തിട്ടോ ഒന്നുമല്ല. നേരെ മറിച്ച് ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമ്മുടെ വാക്കുകളിലൂടെ അവർക്ക് നൽകുകയാണ്. അപ്പോൾ അള്ളാഹിനെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കുമ്പോൾ ഏതൊരു മനുഷ്യനാവും, എത്ര വലിയ പണ്ഡിതനായാലും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ജീവിതത്തിൽ പെട്ടെന്ന് വരുമ്പോൾ മനസ്സ് ഒരു ഫ്രീസായി പോകുന്നൊരവസ്ഥയുണ്ട്. ആ ഒരവസ്ഥയിൽ ഖുർആനിൻ്റെ വചനങ്ങളും പ്രവാചക ചരിത്രങ്ങളും അതുപോലെ തന്നെ മുൻഗാമികളായിട്ടുള്ള സഹാബത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ഒരു 5 മിനിറ്റ് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന മാനസികമായിട്ടുള്ള ഒരാശ്വാസം. വിധവകളായിട്ടുള്ള സഹോദരിമാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചും നമുക്കൊക്കെ അറിയാം, ചരിത്രത്തിൽ ഒരുപാട് മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും. അബൂ സലമ റളിയല്ലാഹു അൻഹു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. ഇസ്ലാമിൻ്റെ ആദ്യകാലഘട്ടങ്ങളിൽ തന്നെ വിശ്വസിക്കുകയും അബസീനിയയിലേക്ക് ഒരുമിച്ച് ഹിജ്റ പോവുകയും, ഞാൻ ചരിത്രം വിശദമായിട്ട് പറയുന്നില്ല, നമ്മളെല്ലാവരും വായിക്കേണ്ട ഒരു ചരിത്രമാണ്. അതിൽ മദീനയിലേക്ക് ഹിജ്റ കഴിഞ്ഞ് അവസാനം അബൂ സലമ റളിയല്ലാഹു അൻഹു രോഗബാധിതനായി തീരുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അജിർനി ഫി മുസീബത്തി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹ. സഹാബത്തിനെ പറഞ്ഞയച്ചുകൊണ്ട് ഇത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. നമ്മൾക്കും ഈ സഹോദരിമാരോട് പങ്കുവെക്കാനുള്ളത്, പറഞ്ഞു കൊടുക്കാനുള്ളതും ഈ ഒരു പ്രാർത്ഥനയാണ്. അത് വിധവകളായി തീരണമെന്നില്ല, ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധി വേളകളിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണത്. അല്ലാഹുമ്മ അജിർനി ഫി മുസീബത്തി, അല്ലാഹുവേ എനിക്ക് ബാധിച്ച ഈ ഒരു മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണേ എന്നുള്ളത്. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട് മരണപ്പെട്ടു പോവുക എന്നുള്ള ആ ഒരു മുസീബത്ത് അത് സംഭവിക്കുമ്പം അതിൽ ഈ ഒന്നിന് ഞാൻ ഈ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രയാസങ്ങൾക്കൊക്കെ റബ്ബേ നീ എനിക്ക് പ്രതിഫലം നൽകണേ എന്നുള്ളതാണ്. അത് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും നമ്മളെ ജീവിതത്തിലും പല രീതിയിലുള്ള മുസീബത്തുകൾ നമ്മളെയൊക്കെ ബാധിക്കാറുണ്ട്. ഈ മുസീബത്തിൽ അല്ലാഹുവേ നീ എനിക്ക് പ്രതിഫലം നൽകണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന, അതോടൊപ്പം വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹ, ഇതിനേക്കാൾ ഹൈറായിട്ടുള്ളത് നീ പകരം നൽകണേ എന്നുള്ളത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇണയായിട്ട് വരികയാണ് എന്നുള്ളതാണ്. നമ്മളെ ജീവിതത്തിലും മുസീബത്ത് വരുമ്പോൾ നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ അതിനേക്കാൾ ഹൈറായിട്ടുള്ളത് ചിലപ്പോൾ ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ പരലോകത്ത് വെച്ചിട്ട് അള്ളാഹു നമുക്ക് നൽകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സഹോദരിമാരോട് നമുക്ക്, പ്രത്യേകിച്ചും വിധവകളായിട്ടുള്ള സഹോദരിമാരോട് നമുക്ക് പങ്കുവെക്കാനുള്ളത്, ഒന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ്, അള്ളാഹിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. 2 ക്ഷമിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായിട്ടുള്ള ഒരു ഹദീസിൽ പറയുന്നുണ്ട്, എൻ്റെ ഒരു അടിമയുടെ ദുനിയാവിലെ അയാളുടെ ഇഷ്ടക്കാരനെ ഞാൻ മരണം മുഖേന പിടികൂടും, അപ്പോൾ അയാൾ ക്ഷമിച്ചാൽ സ്വർഗമല്ലാതെ അയാൾക്ക് പ്രതിഫലമില്ല എന്നുള്ളതാണ്. ഒരു 22-ാമത്തെ വയസ്സിൽ ഭർത്താവ് മരണപ്പെടുന്ന ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹദീസ് അവർ മനസ്സിലാക്കിയാൽ അവരുടെ മനസ്സിൻ്റെ സംഘർഷങ്ങൾ, ആ സഹോദരിയും ആ ഭർത്താവും സന്തോഷത്തോടു കൂടി തൊട്ട് മണിക്കൂറുകൾ മുമ്പ് ഭർത്താവ് പുറത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയ സമയത്താണ് ആക്സിഡൻ്റായി മരണപ്പെടുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോഴാണ് അതിനിടയിൽ ആക്സിഡൻ്റായി മരണപ്പെടുന്നത്, അല്ലെങ്കിൽ രാത്രി 2 പേരും ഒരുമിച്ച് കിടന്നുറങ്ങിയതാണ്. രാവിലെ സുബഹിയുടെ സമയത്ത് ഭർത്താവിനെ എഴുന്നേൽക്കാതിരിക്കുമ്പോൾ വിളിക്കുമ്പോൾ അദ്ദേഹം അനങ്ങാത്ത ആ ഉറക്കിൽ അദ്ദേഹം മരണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഞാനൊന്നിപ്പം കുളിച്ചിട്ട് വരാ എന്ന് പറഞ്ഞ ഭർത്താവിനെ പിന്നെ കാണാതായി തീരുകയാണ്. അങ്ങനെ ഒരുപാട് മരണത്തിൻ്റെ സാഹചര്യങ്ങൾ, വളരെ സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഈ ഒരു അവസ്ഥ, സ്വന്തം രോഗിയായി കിടന്നപ്പോഴും
ഓർഫൻ കെയറിലുള്ള പല സഹോദരിമാരും പങ്കുവച്ചിട്ടുള്ളതാണ്. രോഗബാധിതയായി കിടന്ന സമയത്തും അവർക്ക് ഒരു നിഴൽ പോലെ അവരെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ഭർത്താവ്, എൻ്റെ രോഗം സുഖമായതിന് ശേഷം എൻ്റെ ഭർത്താവിനെ എൻ്റെ ഈ ഒരു രോഗാവസ്ഥയിൽ എന്നെ പരിചരിച്ചതിന് എനിക്ക് അദ്ദേഹത്തിന് നല്ല ഉഷാറായിട്ട് അദ്ദേഹത്തെ സേവിക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഭാര്യ, അതിനു മുമ്പായിട്ട് തന്നെ ആ ഭർത്താവ് മരണപ്പെടുകയാണ്. ഇങ്ങനെയുള്ള സഹോദരിമാരോടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ദുനിയാവിൽ ഒരാളുടെ ഇഷ്ടക്കാരനെ മരണം മുഖേന ഞാൻ പിടികൂടും, അപ്പോൾ അയാൾ ക്ഷമിച്ചാൽ സ്വർഗമല്ലാതെ അയാൾക്ക് പ്രതിഫലമില്ല എന്നുള്ളത്. മൂന്നാമതായിട്ട് ചിന്തകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും യുദ്ധയുടെ ആ സമയത്തൊക്കെ ഒരുപാട് ചിന്തകളാണ് മനസ്സിലേക്ക് കടന്നു വരിക. 2-3 കുട്ടികളുണ്ടാകുന്ന സമയത്ത് ഞാനിനി എങ്ങനെയാണ് ഈ കുട്ടികളെ നോക്കുക എന്നുള്ളത്. പല സമയത്തും യുദ്ധയിൽ നിൽക്കുന്ന ആ ഒരു സഹോദരിമാരുടെ അടുക്കലേക്ക് ഒരുപാട് ആളുകൾ വരും കുടുംബത്തിൽ നിന്നൊക്കെ. അപ്പോൾ അവരുടെ അടുക്കൽ നിന്നൊക്കെ കേൾക്കുന്നത് സഹതാപത്തിൻ്റെ വാക്കുകൾ മാത്രമായിരിക്കും. 2 ചെറിയ കുട്ടികളല്ലേ, എന്താണിപ്പോൾ ചെയ്യുക, ഇങ്ങനെയുള്ള വാക്കുകൾ. അതൊക്കെ ഈ ഒരു സഹോദരിയെ മാനസികമായിട്ട് തളർത്തുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മളിവിടെ നിന്ന് ഈ ഇതിലിരിക്കുന്ന സഹോദരിമാരെ സന്ദർശിക്കുന്ന സഹോദരിമാരായാലും ഒക്കെ ചെയ്യുന്നത് അവരുടെ മനസ്സിൽ നൽകുന്ന പോസിറ്റീവായിട്ടുള്ള ആ ഒരു വാക്കുകൾ, പ്രത്യേകിച്ചും തവക്കുലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അവരുമായി സംസാരിക്കുമ്പോൾ, ഭർത്താവ് മരണപ്പെടും, ഞാനും മരിക്കും, നിങ്ങളൊക്കെ മരിക്കും, എന്നാൽ അള്ളാഹു ഒരിക്കലും മരിക്കുകയില്ല. ഹയ്യാണവൻ, അവൻ ഖയ്യൂമാണ്, എല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്, അവനാണ് റാസിഖ്, അവനാണ് ഈ ദുനിയാവിലെ സമസ്ത സൃഷ്ടിജാലങ്ങൾക്കും അന്നം നൽകുന്നവൻ അള്ളാഹുവാണ്. ഈ അള്ളാഹു ബസീറാണ്, നിങ്ങളുടെ വീട്ടിൽ 2 കുട്ടികളുള്ളത് അവൻ കേൾക്കുന്നു, അവൻ സെമിയാണ്, നിങ്ങളുടെ മനസ്സിലുള്ള ഈ പ്രയാസങ്ങൾ വേദനകൾ അത് അലീമായിട്ടുള്ള റബ്ബ് അറിയും എന്നുള്ള രീതിയിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ, അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതാണ്, ഒരു ചെറിയ കുഞ്ഞുമായിട്ട് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ കഅബയുടെ ചാരെ തനിച്ചായിരിക്കുന്ന സമയം, ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു പോവുകയാണ്, വിഭവങ്ങളൊന്നുമില്ലാത്ത ആ ഒരു സമയത്തും ഭർത്താവ് നടന്നകലുമ്പോൾ ഹാജറ ബീവി അവരോട് ചോദിക്കുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ താങ്കൾ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതെ എന്ന് മറുപടി പറഞ്ഞപ്പോൾ, എങ്കിൽ ഞങ്ങളെ അവൻ കൈവടിയില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചരിത്രം അത് ഒരാൾക്ക് നൽകുന്ന ഒരു മാനസികമായിട്ടുള്ള കരുത്ത്. അള്ളാഹുവിൻ്റെ അമ്ര പ്രകാരമാണ് രോഗം ബാധിക്കുന്നതും മരണം സംഭവിക്കുന്നതുമൊക്കെ. അപ്പോൾ ഈ ഹാജറ ബീവിയുടെ ആ ഒരു ചരിത്രം നമ്മൾ അവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഞാനും 2 കുട്ടികളും ഒരുമിച്ചായിരിക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ അമ്ര പ്രകാരമാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവ് ആക്സിഡൻ്റായിട്ട് മരിച്ചത് എന്ന് ആ ഒരു സഹോദരി തിരിച്ചറിയുന്നതോടുകൂടി, എങ്കിൽ അള്ളാഹ് എനിക്കൊരു വഴി കാണിച്ചു തരും എന്നുള്ളതാണ് ഹാജറ ബീവിയുടെ ചരിത്രം. മൂസാ നബി അലൈഹി സ്വലാമയുടെ ഉമ്മയുടെ ചരിത്രം. ആയിരക്കണക്കിന് കുട്ടികളെയാണ് ഫിറഔൻ കൊന്നൊടുക്കുന്നത്. ഈ സമയത്ത് പിറന്നു വീണ കുഞ്ഞിനെ നോക്കിയിട്ട് ഈ കുഞ്ഞും എന്താകും എന്നുള്ള ആ ഒരു ചോദ്യചിഹ്നം അവരുടെ മുമ്പിലുണ്ട്. എന്നാൽ അള്ളാഹു ആ കുഞ്ഞിനെ വളർത്തിയ മൂസാ നബി അലൈഹി സ്വലാമയെ വളർത്തിയ ചരിത്രമൊക്കെ നമുക്കറിയാം. അപ്പോൾ എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങളായാലും അതിൽ നിന്നൊക്കെ മാർഗങ്ങൾ, നമ്മൾ ആ വാതിലുകൾ അടഞ്ഞ് എന്ന് വിശ്വസിക്കുമ്പോഴും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏത് അടഞ്ഞ വാതിലുകളും തുറക്കുവാൻ കഴിവുള്ളവനാണ് അവനാണ് എന്നുള്ളതാണ്. ആ ഫറോവയുടെ കൊട്ടാരത്തിൽ തന്നെ മൂസാ നബി അലൈഹി സ്വലാമയെ അള്ളാഹു വളർത്തിയെന്നുള്ള ചരിത്രം. അപ്പോൾ ഇവിടെയും മൂസാ നബി അലൈഹി സ്വലാമയുടെ ഉമ്മയും കുട്ടിയും ഹാജറ ബീവിയും അവരുടെ കുഞ്ഞും, ഇമാം ഷാഫി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലും നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇമാം ഷാഫി റഹിമഹുല്ലയെ അദ്ദേഹത്തിൻ്റെ ഉമ്മ പ്രസവിച്ച് 3-ാമത്തെ ദിവസമാണ് ഇമാം ഷാഫി റഹിമഹുല്ല മരണപ്പെടുന്നത്. ഇന്നത്തെ ഫലസ്തീനിലെ ഗസയിലാണ് അദ്ദേഹം ജനിച്ചത്. അവിടെ നിന്ന് 2 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇമാം ഷാഫി, അപ്പോൾ ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കുക, 2 ക്ഷമിക്കുക, 3 നമ്മളെ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കുക. 4-മതായിട്ട് ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ഉമ്മ ചെയ്തതുപോലെ അള്ളാഹു ഒരു അമാനത്ത് നൽകുമ്പോൾ ആ അമാനത്തിനെ ഏറ്റെടുക്കുകയും തൻ്റെ ഇടത്തോടു കൂടി അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഭർത്താവ് മരണപ്പെട്ട് ഇനി എനിക്ക് എൻ്റെ പരിഭവങ്ങളും പരാതികളും ആഗ്രഹങ്ങളും ഒന്നും പറയാൻ ആളില്ലല്ലോ എന്ന്
അതിനെക്കുറിച്ച് ചിന്തിക്കുകയും സ്വന്തം മക്കളെപ്പോലുമുള്ള അവരുടെ ദീനീപരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ചിന്തിക്കാതെ അങ്ങനെ ചടഞ്ഞുകൂടുന്ന ഒരവസ്ഥക്ക് പകരം ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ഉമ്മ ചെയ്തതുപോലെ ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് 2 വയസ്സുള്ള കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് അവർ വരികയാണ്. ഈ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ചരിത്രം പറയുന്നത് അതീവ സുന്ദരിയായിരുന്നു ഇമാം ഷാഫിയുടെ ഉമ്മ എന്നുള്ളത്. വേണമെങ്കിൽ ഒരു വിവാഹം കൂടി കഴിക്കാമെന്നായിരുന്നു. എന്നാൽ അവർ ലക്ഷ്യമാക്കിയത് അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള ഈ അമാനത്ത് എന്നുള്ളത് ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തണം എന്നുള്ളതായിരുന്നു. അങ്ങനെ മക്കയിലെത്തുകയും അവിടെ ഇമാം ഷാഫി അവിടെയുള്ള ഗുരുനാഥന്മാരുടെ അടുക്കലേക്ക് ഇൽമിന് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ പള്ളിയിലേക്ക് ആക്കി കൊടുക്കും. അവർ ക്ലാസ് കഴിയുന്നത് വരെ പുറത്ത് കാത്തിരിക്കും ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ഉമ്മ. 7 വയസ്സായപ്പോഴേക്കും ഇമാം ഷാഫി റഹിമഹുല്ല ഖുർആൻ ഹിഫ്ളാക്കുകയാണ്. 12 വയസ്സായപ്പോഴും അദ്ദേഹം 7000 ഹദീസ് അന്നുണ്ടായിരുന്ന ഇമാം മാലിക് റഹിമഹുല്ലയുടെ മുവത്ത ഹിഫ്ളാക്കുകയാണ്. 7000 ഹദീസ് 7 വയസ്സായപ്പോഴേക്കും ഖുർആൻ ഹിഫ്ളാക്കി. എന്നാൽ വളരെ സമ്പത്തുള്ള നല്ല ധനികയായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നില്ല ഇമാം ഷാഫിയുടെ ഉമ്മ. സമ്പത്ത് ദരിദ്രയായിരുന്നു. എന്നാൽ അവരുടെ മോഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും അള്ളാഹുവിലുള്ള തവക്കുലിനും ഒരിക്കലും തന്നെ ദാരിദ്ര്യം ബാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ക്ലാസ്സിൽ പോയി തിരിച്ച് വരുന്ന ഇമാം ഷാഫിയുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും, കടലാസ് എഴുതാൻ പേപ്പറില്ലാതെ ഉമ്മയോട് പരാതി പറയുന്നതായിട്ട് കാണാൻ കഴിയും. ഉമ്മ, എനിക്ക് എഴുതാൻ നിങ്ങൾ പേപ്പർ വാങ്ങിത്തരണമെന്ന് പറയുമ്പോൾ ഉമ്മ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടി, നീ നിൻ്റെ മെമ്മറിയെ നീ കടലാസാക്കി നീ മാറ്റണം എന്നുള്ളത്. നിൻ്റെ മെമ്മറിയെ നീ പേപ്പറായിട്ട് മാറ്റണം എന്നുള്ളത്. കടലാസ് വാങ്ങിക്കൊടുക്കാൻ ഉമ്മയുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ എന്താണോ ഉസ്താദ് പറയുന്നത് അത് നീ കേൾക്കുകയും അത് ഹിഫ്ളാക്കുകയും ചെയ്യുക എന്നുള്ളത്. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇമാം ഷാഫി റഹിമഹുല്ലക്ക് പിന്നീട് ഉണ്ടായത് ഫോട്ടോഗ്രാഫിക് മെമ്മറി ആയിരുന്നു എന്നുള്ളതായിരുന്നു. അങ്ങനെ വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നിട്ടും ഒരു സമയത്ത് അദ്ദേഹം വീട്ടിൽ നിന്ന് പോയി പറയുന്നുണ്ട്, മറ്റുള്ള കുട്ടികളൊക്കെ ഫീസ് കൊടുത്ത് അവരെ ഉസ്താദിന് പൈസ കൊടുത്ത് പഠിക്കുമ്പോൾ അവർക്കൊരു സ്ഥാനങ്ങളൊക്കെ പൈസ കൊടുക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ സ്ഥാനമൊക്കെ ഉണ്ട്, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലമ്മ എന്ന് പറയുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, നീ നിൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്കിടയിൽ നീ സ്ഥാനം നൽകണം, നീ ആളുകളെ സേവിക്കുന്നതിലും നീ താല്പര്യം കാണിക്കണം എന്നാണ്. ഓരോ ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ ആ കഴിവുകൾ, പഠിക്കാനുള്ള കഴിവ് നീ പ്രകടിപ്പിച്ചാൽ അവരുടെ ഇടയിൽ നിനക്ക് സ്ഥാനം ലഭിക്കും. മാത്രമല്ല നിന്നോടൊപ്പം പഠിക്കുന്ന കുട്ടികളെ നീ സഹായിക്കുകയും ചെയ്യുക അവരെ പഠന വിഷയത്തിൽ. അങ്ങനെയെങ്കിൽ അവരുടെ ഇടയിൽ നിനക്ക് സ്ഥാനം ലഭിക്കുമെന്നുള്ളത്. ഇങ്ങനെ ഈ ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ആ ഉമ്മയുടെ ഒരു മാതൃക, ഭർത്താവ് മരണപ്പെട്ടതായിട്ട് പോലും സ്വന്തം മക്കളെ വളർത്തുന്നതിൽ കൃത്യമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്രമാണ് നമ്മൾക്ക് ഈ സഹോദരിമാരോട് പങ്കുവെക്കാനുള്ളത്, പറഞ്ഞു കൊടുക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ അള്ളാഹുവിനോട് ശുക്റുള്ള ഒരു ജീവിതത്തിൽ എത്ര വലിയ ടെൻഷനെയും എത്ര തീവ്രമായിട്ടുള്ള ടെൻഷനുകൾ നമ്മൾക്ക് ബാധിക്കുമ്പോഴും അതിനൊക്കെയുള്ള പരിഹരിക്കാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗമാണ് ശുക്റുള്ളവരാവുക എന്നുള്ളത്. നമ്മൾക്ക് ഉള്ളതിനെക്കുറിച്ച് ആലോചിക്കുക, നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് പകരം ഭർത്താവ് എന്നിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും എനിക്ക് അള്ളാഹു ആരോഗ്യം നൽകി, ഹിദായത്ത് നൽകി, കണ്ണിന് കാഴ്ച നൽകി, കേൾവി നൽകി, ഇങ്ങനെയുള്ള അവരുടെ ചിന്തയെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് പരിതപിക്കുന്ന ആ ഒരു ചിന്താഗതിയെ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ സൂചിപ്പിച്ചത്. നമ്മളൊക്കെ വിധവകളായിട്ടുള്ള സഹോദരിമാരുമായിട്ടൊക്കെ സംസാരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇവരോടൊക്കെ ഈ രീതിയിൽ നമ്മൾ സംസാരിച്ചാൽ അവർക്ക് ഒരുപാട് മാനസികമായിട്ട് കരുത്ത് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് വിധവകളായിട്ടുള്ള സഹോദരിമാരുടെ അവസ്ഥയാണ്. എന്നാൽ ഇവരുടെ ഭർത്താക്കന്മാർ മാത്രമല്ല മരിച്ചു പോവുക എന്നുള്ളതാണ്. നമ്മൾക്കൊക്കെ മരണം വരാനുള്ളതാണ്. നമ്മുടെ സെൻറ്റർ ബന്ധപ്പെടുന്ന 1100-ലധികം വരുന്ന വിധവകളായിട്ടുള്ള സഹോദരിമാരുടെ ഭർത്താക്കന്മാർക്ക് മാത്രമല്ല മരണമുള്ളത്. ഈ പറയുന്ന ഞാനായാലും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരായാലും ഒരു ദിവസം നമ്മളൊക്കെ മരിക്കാനുള്ളതാണ് എന്നുള്ളതാണ്. മരിച്ചു കഴിഞ്ഞ് ബർസഖിയായിട്ടുള്ള ജീവിതം നമുക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് പരലോകത്ത് നമുക്കുണ്ട്. അന്ന് മീസാനുണ്ട്. നമ്മൾ ചെയ്ത നന്മകളും തിന്മകളും തൂക്കി നോക്കുന്ന സമയം. ദുനിയാവിലെ ഒരു സംതൃപ്തവും സന്തോഷകരമായിട്ടുള്ള ജീവിതം നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയും
അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും നമ്മൾ വേണം. എന്നാൽ ഈ ദുനിയാവിൽ നമുക്ക് എത്ര സമ്പത്തുണ്ടായാലും സൗകര്യങ്ങളുണ്ടായാലും സ്ഥാനമാനങ്ങളുണ്ടായാലും ഇതൊന്നും തന്നെ ശാശ്വതമല്ല. ഏത് സമയത്തും ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഒരു സ്ട്രോക്ക് ബാധിച്ചാൽ നമ്മുടെ 5000 സ്ക്വയർ ഫീറ്റ് വീട്ടിലെ ബെഡ്റൂമിൽ നിന്ന് സിറ്റ് ഔട്ടിലേക്ക് വരാൻ പോലും നമുക്ക് കഴിയാത്ത ഒരവസ്ഥ വരാൻ ചെറിയ സെക്കൻഡുകൾ മാത്രം മതി എന്നുള്ളതാണ്. ഏത് നിമിഷവും നഷ്ടപ്പെടുന്ന ഇല്ലാതെയായി പോകുന്ന ദുനിയാവിന് വേണ്ടി നമ്മൾ രാപ്പകൽ ഭേദമന്യേ ഇങ്ങനെ കഠിനമായിട്ട് പരിശ്രമിക്കുമ്പോൾ ശാശ്വതമായിട്ട് മരണമില്ലാത്ത ഒരു ലോകത്തേക്കിനു വേണ്ടി നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ പുനർവിചിന്തനം നടത്തേണ്ടതാണ്. ഫമൻ സകുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തി റാദിയ. അന്ന് ആരുടെ തുലാസ് കനം തൂങ്ങിയോ അവൻ ഈശത്തി റാദിയ, ഏറ്റവും സംതൃപ്തകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ തുലാസുകൾ കനം തൂങ്ങണം. ഒരു ഇഞ്ചി കൃഷി നടത്തി ഇഞ്ചി വിളവെടുത്തിയതിന് ശേഷം ആ ഇഞ്ചിയൊക്കെ കൂട്ടിയിട്ട് ആ ചാക്കിൻ്റെ കെട്ടിങ്ങനെ തൂക്കുമ്പോൾ ആ തൂക്കം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ആ ഒരു കർഷകനുണ്ടാക്കുന്ന ഒരു സന്തോഷം ഉണ്ടാവും. ഏതൊരു കർഷകനും അയാൾ വിളവെടുപ്പ് നടത്തിയതിന് ശേഷം ആ അതിൻ്റെ എന്താണ് അയാൾ കൃഷി ചെയ്തത് അത് തൂക്കുമ്പോൾ അതിൻ്റെ ഭാരം വർദ്ധിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന സന്തോഷം. പലപ്പോഴും നമ്മളൊക്കെ വീട്ടിലൊക്കെ അറിയാം, ഒരു വാഴ കൃഷി നടത്തിയ ആൾ കടയിൽ കൊണ്ടുപോയി അതിൻ്റെ തൂക്കം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് അയാൾക്ക് സന്തോഷം വരും. അതൊക്കെ ഒരു ചെറിയ സമയത്ത് സന്തോഷമാണ്. അതുപോലും നമുക്ക് ഒരു വലിയ സംഗതിയാണ് എങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ നന്മയുടെ തുലാസുകൾ ഇങ്ങനെ കനം തൂങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള നന്മകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ഓരോ ദിവസം നമ്മിൽ നിന്നിങ്ങനെ ഇല്ലാതെയായി പോകുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്. അതിൽ നമ്മൾക്ക് അവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ തുലാസിൽ കനം തൂങ്ങാൻ പറ്റുന്ന ഒരു പ്രവർത്തന മേഖലയാണ് വിധവകളായിട്ടുള്ള സഹോദരിമാർക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ്. അസ്സായി അലൽ അർമലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാ അവിൽ ഖായിമിൽ ലൈലി വസായിമിൻ നഹാർ. വിധവകൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി പരിശ്രമിക്കുന്നവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. പ്ലസ് അവൻ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നവനെ പോലെയാണ്. പ്ലസ് പകൽ നോമ്പനുഷ്ഠിക്കുന്നവനെ പോലെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ തുലാസിൽ കനം തൂങ്ങുന്ന വലിയ 3 അമലുകളാണ് നിസ്കാരം, നോമ്പ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്. തുല്യതയില്ലാത്ത അമലുകളാണ്. ഈ അമലുകൾക്ക് ഈക്വലായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിധവകളായിട്ടുള്ള സഹോദരിമാർക്ക് വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളെ പരിചയപ്പെടുത്തി തന്നത് എന്നാണ്. അപ്പോൾ വിധവകളായിട്ടുള്ള സഹോദരിമാർ, ഒരു ഭർത്താവ് മരണപ്പെട്ട് എന്തു ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. കൃത്യമായിട്ട് ഓരോ ദിവസവും വീട്ടിലേക്ക് ഭർത്താവ് ജോലിക്ക് പോയി അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസ കൊണ്ടാണ് ആ വീട്ടിലെ ചെലവ് നടന്നത്. എന്നാൽ ഭർത്താവ് മരണപ്പെടുന്നതോടുകൂടി ആ വരുമാനം അവിടെ ഇല്ലാതാവുകയാണ്. പിന്നീട് ആ വീട്ടിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവ് കൊടുക്കണം, അവരെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട്. ഇതിനൊക്കെ എന്തു ചെയ്യും? 2 ചെറിയ കുട്ടികളാണ്, പണിക്ക് പോയി പരിചയമില്ല, ആരോടും ഒന്ന് ചോദിച്ച് പരിചയമില്ല. ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ഉള്ളുരുകി നിൽക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ഈ സഹോദരിമാർക്ക് നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ സൂചിപ്പിച്ചിരുന്നു, ഒരു സഹോദരി നമ്മുടെ സെൻറ്ററിൽ നിന്ന് നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങൾ, അത് നമ്മുടെ സമ്പത്ത് കൊണ്ടായാലും, നമ്മൾക്ക് ഓരോ മാസത്തിലും നമ്മൾക്ക് സാലറി വാങ്ങുന്ന ആളുകളുണ്ടാവും, കച്ചവടം നടത്തി ബിസിനസ് നടത്തിയൊക്കെ വരുമാനം നമുക്കൊക്കെ കിട്ടുന്നുണ്ടാവും. ഈ കിട്ടുന്നതിൽ നിന്ന് നമ്മൾ അവർക്ക് കൊടുക്കുന്ന പണം എന്നുള്ളത് ഇതെന്താണ്? ഇത് ഒരു സായി എന്ന് പറയുന്ന വിധവകൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് കിട്ടുന്ന 30,000 രൂപ മാസത്തിൽ നിന്ന് ഒരു 5,000 രൂപയോ 2,000 രൂപയോ 10,000 രൂപയോ നമ്മൾ കൊടുക്കുമ്പോൾ അതെന്താണ്? ആ ഒരു പരിശ്രമമാണ്. ആ സഹോദരിക്ക് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ പറഞ്ഞിരുന്നു, ഒരു സഹോദരി പറഞ്ഞത് 5 കുട്ടികളുണ്ട്, ആകെ വരുമാനം എന്നുള്ളത് വീട്ടിൽ 6 തെങ്ങുണ്ട്, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയും മാത്രമാണ്. പിന്നെ അവർക്ക് ആ 5 കുട്ടികളുടെ ജീവിതം, അവരുടെ ചെലവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന 4,000 രൂപ നമ്മളെ സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്ന ഈ സ്കോളർഷിപ്പാണ്. ആ സഹോദരി പറഞ്ഞത് ഈ 4,000 ഇവിടെ നിന്ന് കിട്ടുന്ന 4,000 40,000 രൂപൻ്റെ ബർക്കത്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ വീട്ടിലത്തെ ചിലവ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഗ്യാസ് ബില്ല്, കറണ്ട് ബില്ല്,
കുട്ടികളെ ഓരോ ടൈമിൽ ഓരോരോ ഫീസുകളാണ്, ഓരോ മാസത്തിലും വ്യത്യസ്ത പേരുകളിൽ പിന്നെ ട്യൂഷൻ ഫീസ്, അത് ഫീസ്, ഇങ്ങനെയൊക്കെ ബസ്സിൻ്റെത്, ഇങ്ങനെ പല രീതിയിലുള്ള ഫീസുകൾ നമ്മളെ വീട്ടിൽ ചിലപ്പോൾ നമുക്കറിയാമല്ലോ. എന്നിട്ടും പലപ്പോഴും നമ്മുടെ മാസാവസാനം വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പൈസ തികയാതെ വരുന്ന ഒരവസ്ഥയിൽ 4000 രൂപ കൊണ്ട് 5 കുട്ടികളെ പോറ്റുന്ന ഒരു സഹോദരി, 4000, ചില ആളുകൾക്ക് നമ്മുടെ സെൻറ്ററിൽ നിന്ന് 3000, 2000, വേറെ വരുമാനമൊന്നുമില്ലാതെ ഇങ്ങനെ ജീവിക്കുന്ന, അതായത് ഒരു 3000 ഒരു കുടുംബത്തിന് കൊടുക്കുമ്പം 3000 എന്ന് പറഞ്ഞാൽ 30 ദിവസത്തിന് ഒരു 100 രൂപ അവർക്ക് അവരെ ചെലവിന് അത് കണ്ടുവെക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ പൈസ ഈ ഒരു വീട്ടിലേക്ക് നമ്മൾ കൊടുക്കുമ്പം ഒരു 3000 ഒരു മാസത്തിൽ ഒരു കുടുംബത്തിന് കിട്ടുമ്പം അവർക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഒരു ആശ്വാസമുണ്ട്. ആ ഒരു 3000 രൂപക്ക് വേണ്ടിയിട്ട് ഒരാളുടെ മുമ്പിലും ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു വീട്ടിൽ ചിലപ്പോൾ ഇളച്ചന്മാരും മൂത്തച്ഛന്മാരൊക്കെ ഉണ്ടാവും, 1ഉം 2ഉം പ്രാവശ്യമൊക്കെ ചോദിക്കാൻ പറ്റിയെന്ന് വരും. എന്നാൽ 2ഓ 3ഓ ഒരു 3 പ്രാവശ്യം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ അവരുടെ സമീപനമൊന്നും അത്ര നല്ല രീതിയിലായിരിക്കില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കുടുംബബന്ധമില്ലാത്ത, പരിചയമില്ലാത്ത ഏതോ ഒരു സഹോദരന്, എവിടെയോ ജോലി ചെയ്യുന്ന ഒരു സഹോദരന് നിങ്ങളൊരു യത്തീം കുടുംബത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സെൻറ്ററിലേക്ക് ഒരു 3000 രൂപ അയക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 5 കുടുംബത്തിന് 3000 വെച്ചിട്ട് 15000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ സെൻട്രലിൽ അയക്കുമ്പം അവരൊന്നും പരിചയമില്ലാത്ത ഏതോ കുടുംബത്തിലെ 2ഓ 3ഓ കുട്ടികളും വിധവകളും അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ ആ വിധവയായിട്ടുള്ള സഹോദരിയുടെ ആ ആശങ്കകൾക്ക്, നെടുവീർപ്പുകൾക്ക് പരിഹാരമായിട്ട് ആ പണം മാറുകയാണ്. അതാണ് അസ്സായി അലൽ അർമലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാ എന്ന് പറയുന്ന ആ ഒരു ഹദീസിൻ്റെ ആ ഒരു, നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് രീതിയിലുള്ള സംഘർഷങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും. ശാരീരികമായിട്ട് പണിയെടുക്കുന്ന ആളുകൾക്ക് ആ രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. അതല്ലാതെ ഓഫീസുകളിലും ബിസിനസ്സുകളിലും ഒക്കെ നമ്മൾ പല സംഗതികൾ ചെയ്യുമ്പോഴും മാനസികമായിട്ട് ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് സംഘർഷങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഈ അനുഭവിച്ചിട്ടൊക്കെ നമ്മൾ കരസ്ഥമാക്കുന്ന ഈ കറൻസികൾ, ഇത് കുറേ നമ്മൾക്കിടേതായിട്ട് മാറ്റാനുള്ള ഒരു മാർഗമാണ്. ഈ സഹോദരിമാർക്ക്, ഈ യത്തീം കുടുംബങ്ങൾക്ക്, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സമ്പത്ത് കൊണ്ട് നൽകുന്നത് എന്ന സമ്പത്ത് മാത്രമല്ല, ശരീരം കൊണ്ട്, ശരീരത്തിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എങ്ങനെയൊക്കെ നമ്മൾക്ക് പങ്കാളിത്തം വഹിക്കാൻ പറ്റും. ഒരു പ്രയാസപ്പെടുന്ന ഒരാൾ നമ്മളുടെ അടുക്കൽ നമ്മൾ അറിയുമ്പോൾ, നമ്മുടെ വീട്ടിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അയൽപക്കത്തോ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മൾ പരിചയമില്ലാത്ത ഒരു കുടുംബത്തിൻ്റെ ഒരവസ്ഥ നമ്മൾ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് അവരുടെ വിഷയത്തിൽ ഇടപെടാൻ പറ്റുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കൽബ് കൊണ്ടാണ്. ഒരു പ്രയാസപ്പെടുന്ന ഒരാൾ അയാളുടെ പ്രയാസം പറയുമ്പോൾ ആ പ്രയാസം നമ്മുടെ ചെവികളിലൂടെ കേൾക്കുകയും ആ സഹോദരിയുടെ കണ്ണുനീർ മുഖത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നത് നമ്മുടെ കണ്ണ് കാണുന്നുണ്ട് എങ്കിലും അതിൻ്റെ പ്രവർത്തനം നടക്കേണ്ടത് നമ്മുടെ കൽബിലാണ്. ആ സഹോദരിയുടെ ആ ഇടറിയ വാക്കുകൾ, അതിൻ്റെ ആ ഒരു പ്രതിഫലനം നമ്മുടെ കൽബിൽ ഉണ്ടാവുകയും നമ്മുടെ മനസ്സ് അതിൽ വേദനിക്കുകയും അതിൽ അള്ളാഹുവിനോട് ഇവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥന, പടച്ചോൻ എങ്ങനെയെങ്കിലും ഈ കുടുംബത്തിന് ഓരോ ആഴ്ചയും നമ്മുടെ സെൻറ്ററിൽ 10ഉം 15ഉം 7ഉം 8ഉം ഒക്കെ വിധവകളായിട്ടുള്ള സഹോദരിമാർ വരുമ്പോൾ അവർക്ക് അവരുടെ വിഷയത്തിൽ ഒന്നാമതായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ മനസ്സുകൊണ്ടാണ്. നമ്മുടെ മനസ്സുകൊണ്ട് അവരുടെ ഈ വരുന്ന വിധവകളായാലും രോഗികളായാലും പ്രയാസപ്പെടുന്ന ആളുകളായാലും ഒക്കെ അവർക്കൊക്കെ ഒരു ദിവസം ഞായറാഴ്ച ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പം പടച്ചോനെ ഈ ഒരുപാട് പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾ ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ട്, ഇവർക്കൊക്കെ നീ ഒരു പരിഹാരം നൽകണേ എന്നുള്ളത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അത് ഒന്ന് കൽബ് കൊണ്ട് നമ്മൾ പറയാം ഉള്ളത്, കൽബ് മാത്രം. അതോടൊപ്പം തന്നെ നമ്മൾ നാവ് കൊണ്ടുള്ള നമ്മുടെ അമൽ ചെയ്യാൻ പറ്റും. ഈ നമ്മുടെ മുമ്പിൽ ഒരു പ്രയാസപ്പെടുന്ന ഒരാൾ വരുമ്പോൾ അത് കേൾക്കുമ്പോൾ ആ നാവ് ഉപയോഗിച്ച് നമ്മൾ അവർക്ക് നൽകുന്ന ആശ്വാസത്തിൻ്റെ വാക്കുകൾ, പ്രശ്നമാക്കേണ്ട അള്ളാഹു ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നാവ് ഉപയോഗിച്ച് നടത്തുന്ന അമലുകൾ, ഇതെന്താണ്? ഇത് ഈ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. പിന്നീട് നമ്മുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങൾ, അത് പ്രയാസപ്പെടുന്ന ഒരാളുടെ പ്രയാസം കേൾക്കുമ്പോൾ ആ പ്രയാസപ്പെടുന്ന വീട്ടിലേക്ക് നമ്മൾ പോകാൻ നമ്മുടെ കാലുകൾ ചലിപ്പിക്കുന്നതായാലും നമ്മുടെ കൈകൾ ഉപയോഗിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതായാലും ഒക്കെ നമ്മുടെ ശരീരം ഒരുപാട് പ്രയാസങ്ങൾ ആ ഒരു ഘട്ടങ്ങളിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഒരു വീട്ടിലുള്ള ഒരു അവസ്ഥ പഠിക്കാൻ നമ്മൾ പോകുമ്പോൾ
ഈ സമയത്തൊക്കെ യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ എന്നുള്ളത്, ആ ദിവസം മനുഷ്യൻ അവൻ പരിശ്രമിച്ചതിനെക്കുറിച്ച് ഓർക്കും എന്നുള്ളതാണ്. എന്താണ് പരിശ്രമിച്ചത് എന്നുള്ളത്. അപ്പോൾ ആ പരിശ്രമമാണ് എന്ത്? അസ്സായി എന്നുള്ളത്. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, അന്ന് ആ സായെ കുറിച്ച് ഓർക്കും. ആ സായാണ് ഈ സായത് അസായി അലൽ അർമലത്തി വൽ മിസ്കീൻ. ആ സമയത്ത് നാളെ സ്വർഗം നൽകുന്ന ആളുകളെ, സ്വർഗാവകാശികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ നൽകുന്നത് സൂറത്തുൽ ഇൻസാനിൽ കാണാൻ കഴിയും. അവർക്ക് സോഫകൾ, അവരുടെ ചുറ്റും കുട്ടികൾ ഇങ്ങനെ കോപ്പകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നതും, ഇങ്ങനെ ഒരുപാട് സൂറത്തുൽ ഇൻസാനിന് നമ്മളിങ്ങനെ വായിച്ചു നോക്കിയിട്ട് ആ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആ ആയത്ത് എൻഡ് ചെയ്യുന്നത് ഇന്ന ഹാദ കാനലക്കും ജസാം വകാന സഅയുക്കും മഷ്കൂറ. ഇതൊക്കെ എന്താണ്? ഇന്ന ഹാദ കാനലക്കും ജസാൻ, ഇതൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്താണ്? ഇത് നിങ്ങൾക്കുള്ള പ്രതിഫലമാണ്. ഈ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി, വിധവകളായിട്ടുള്ള ആളുകൾക്ക് ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള യാത്രകൾ, നിങ്ങൾ ചെലവഴിച്ചിട്ടുള്ള സമ്പത്തുകൾ, നിങ്ങൾ നാവ് കൊണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇഷ്ഫഉ തൂജറു, നിങ്ങൾ ശുപാർശ ചെയ്യുക, നിങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്നുള്ളത്. അപ്പോൾ ഒരു പ്രയാസപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുന്നത്, അവരുടെ ഒരു വീടില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ വിഷയം നമ്മുടെ കുടുംബത്തിലും പരിചയത്തിലുമൊക്കെയുള്ള ആളുകളെ അവരോട് പങ്കുവെക്കുന്നത്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ്. ഇങ്ങനെ ഉള്ള ഈ ആളുകൾക്ക് ഇന്ന ഹാദ കാനലക്കും ജസാഉ വകാന സഅയുക്കും മഷ്കൂറ, ഇതൊക്കെ നിങ്ങൾക്കുള്ള ജസാഅാണ്, പ്രതിഫലമാണ്. ഇന്ന ഹാദ കാനലക്കും ജസാഉ വകാന സഅയുക്കും മഷ്കൂറ, നിങ്ങളുടെ സഅയുക്കും, ഇവിടെയും സഅ എന്നുള്ള ആ ഒരു മൂലപദത്തിൽ നിന്ന് തന്നെയാണ്, നിങ്ങളുടെ പരിശ്രമം മഷ്കൂറ, നന്ദിപൂർവ്വം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുന്നത് എന്തല്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ത്? നിങ്ങളിൽ നിന്ന് ഒരു നന്ദി വാക്കോ പ്രതിഫലമോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നമ്മളും ഈ പൈസ തരുന്ന സ്വന്തം റിസ്കിൽ അധ്വാനിച്ച് വീട്ടിൽ ഈ 3000 5000 ഒക്കെ കൊടുത്താൽ വീട്ടുകാർക്ക് സന്തോഷമാകും. എന്നാൽ ആ പൈസയിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി നൽകുന്ന, സാമ്പത്തികമായിട്ട് നൽകുന്ന സഹോദരങ്ങളായാലും, ഈ പ്രയാസപ്പെടുന്ന ഒരു വിധവയുടെ കാര്യത്തിൽ, ഒരു യതീമിൻ്റെ കാര്യത്തിൽ, ഒരു രോഗിയുടെ കാര്യത്തിൽ പിന്നെ അതിനുവേണ്ടി അവർക്ക് ആശ്വാസം നൽകുന്നതിനു വേണ്ടി ശരീരത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള കൽബ് ഉപയോഗിച്ച്, നാവ് ഉപയോഗിച്ച്, കണ്ണുപയോഗിച്ച്, കൈകൾ ഉപയോഗിച്ച്, കാലുകൾ ഉപയോഗിച്ച്, ഇതൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന ആളുകളൊക്കെ എന്താണ്? ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, നിങ്ങളിൽ നിന്ന് എന്തില്ല, ഈ 1000 കുടുംബങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഇവിടെ വരുന്ന 500ഓളം രോഗികളിൽ നിന്ന്, ഇവിടെ ഫിസിയോതെറാപ്പി നടത്തുന്ന രോഗികളിൽ നിന്നൊക്കെ നമ്മൾ അവരിൽ നിന്ന് ഒരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല, അവരിൽ നിന്ന് ഒരു നന്ദി വാക്കും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അള്ളാഹുവിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ നന്ദിയും പ്രതിഫലവുമാണ് അള്ളാഹു പറയുന്നത് ഇന്ന ഹാദാ കാനലക്കും ജസാഅൻ വകാന സഅയുക്കും മഷ്കൂറ എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഈ ഒരു പ്രവർത്തനം ഇവിടെ വരുന്ന ഓരോ ആഴ്ചയും വളരെ അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ ഒരുപാട് ഓരോ ആഴ്ചയും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച സംഗതി ഇവിടെ ഉണ്ടായിട്ടുള്ള നമ്മളൊക്കെ ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. ഇവിടെ ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന്, എന്നിട്ട് സലാം പറഞ്ഞിട്ട് എനിക്കൊരു വീട് തരുമോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഈ സൈഡിൽ ഇവിടെ കസാല ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരിക്കുന്ന പറഞ്ഞു. വീട് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മൻ്റെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഇപ്പോൾ എവിടെ താമസിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു ഷെഡിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഷെഡിൽ എത്ര കൊല്ലമായി? 4 കൊല്ലമായിട്ട് ഷെഡിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഷെഡിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പിന്നെ അവനോട് ചോദിച്ചത്, ഈ 4 കൊല്ലമായി ഷെഡിലാണല്ലോ, ഇപ്പം എന്താണ് എനിക്ക് ഒരു വീടിന് ആഗ്രഹം, അല്ലെങ്കിൽ ഇപ്പം എന്താ ഇപ്പോൾ ഒരു വീടുണ്ടാവാൻ തോന്നാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ കരഞ്ഞിട്ട്, ആ കുട്ടീൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീർ ഒഴുകിയിട്ട് പറഞ്ഞു, താത്തക്ക് കല്യാണം ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷേ വീട് ഷെഡായതുകൊണ്ടൊക്കെ കല്യാണമൊക്കെ മുടങ്ങിപ്പോവാണ് എന്നുള്ളത്. ഇതാ കുട്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പടച്ചോൻ എങ്ങനെയെങ്കിലും ഒരു വീട്. പക്ഷേ നമുക്ക് കയ്യിലെടുത്തു കൊടുക്കാൻ, ഒരു വീടെടുത്ത് കൊടുക്കാനുള്ള പൈസ ഇല്ല. പക്ഷെ നമ്മുടെ ഒരു കൂട്ടായ്മ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഏത് രീതിയിലും നമ്മൾക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ അവനോട് പറഞ്ഞ് ഈ താഴെ പോയിട്ട് ഓഫീസിൽ പോയി ബഷീറാക്കനോട് ഈ സംഗതികൾ പറയുന്നു പറഞ്ഞു. ഇപ്പോൾ എന്നോട് ഈ പറഞ്ഞ സംഗതി ഇതേപോലെ ബഷീറാക്കനോട് പറയാൻ പറഞ്ഞു. സലാം പറയാ,
അവിടെ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, ഓനൊന്നും നോക്കണ്ട, ഈ നേരെ ഓഫീസിലേക്കാണ് കയറി ചെന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഓനെ അവിടെ പോയി താഴെ എത്തിയപ്പം നല്ല തിരക്കുണ്ട്. അപ്പോൾ കയറാതെ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. തിരിച്ചിനോട് പറഞ്ഞ് പിന്നെ അവിടെ നല്ല തിരക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോട് പിന്നെയും പറഞ്ഞു, അതൊന്നും പ്രശ്നമാക്കണ്ട, ഈ ഒരു കാര്യം ചെയ്യും, ആരോടൊന്നും സംസാരിക്കണ്ട, ഈ എന്നോട് പറഞ്ഞ സംഗതി നേരെ പോയിട്ട് ബഷീറാക്കനോട് പറഞ്ഞാൽ മതിയായിരുന്നു. ആ കുട്ടി അതേപോലെ ചെയ്യുകയും ആ കുട്ടി ബഷീറാക്കനോട് ആ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് ഒരു കുട്ടിക്കൊരു വീട് വേണമെന്ന് പറഞ്ഞത് എന്താ, ഒരു കുട്ടി ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വാങ്ങി കൊടുക്കാൻ കഴിയും. ഇനിയിപ്പോൾ ആരോടെങ്കിലും ഈ കുട്ടിക്ക് ഞാൻ കുട്ടീനോട് ചോദിച്ചാൽ എൻ്റെ കുടുംബത്തിൽ വേറെ ആരും ഇല്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കുടുംബത്തിൻ്റെ ആളുകളുടെ സമീപനം ആ കുട്ടിയുടെ മൗനത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ ഒരു മുട്ടായിയോ അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കോ വാങ്ങിത്തരണമെന്ന് പറഞ്ഞ മാതിരിയല്ലല്ലോ ഒരു വീടിൻ്റെത്. എന്നാൽ ബഷീറാക്ക ആ കുട്ടിയുടെ ആ ഒരു അവസ്ഥകൾ കൃത്യമായിട്ട് കേട്ടു. അതിന് കേൾക്കുകയും അതിൽ നിന്ന് മനസ്സിൽ നിന്ന് പിന്നെ ഒരു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അമലുകൾ പല രീതിയിലുണ്ടാവും. അതിൽ ഒന്നാമതായിട്ട് ഏതൊരു അമൽ തുടങ്ങുന്നതിനും ആദ്യമായിട്ട് നമ്മൾക്ക് വേണ്ടത് മൈൻഡ് സെറ്റാണ്, നിയ്യത്ത്. കൽബ് തുറന്നാൽ അങ്ങനെ അത് കേട്ട് തൊട്ടടുത്ത ദിവസം സുബൈൻ്റെ സമയത്ത് തന്നെ ആ വീട്ടിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോയി എന്നുള്ളതാണ്. പോയി അവിടുത്തെ അവസ്ഥകളും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ ബഷീറാക്ക പഠിക്കുകയും അതിന് അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു അതിൻ്റെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അവിടെ സൂചിപ്പിക്കാൻ മതിയോ. ആ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചാണ് തിരിച്ചു വരുന്നത്. ഈ സമയത്ത് എന്തില്ല, പൈസ നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, പൈസ ഇവിടെ ഉണ്ടാക്കി അതൊന്നുമില്ല. അവിടെ പോയി അത് ഏൽപ്പിച്ചു കൊടുത്തു. നമ്മളൊരു പ്രയാസപ്പെടുന്ന ഒരാളെ വിഷയം കേൾക്കുമ്പം അതിൽ നമ്മൾ മനസ്സിൽ നമ്മൾക്ക് പ്രയാസം വേണം, നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ നാവ് ഉപയോഗിച്ച് അത് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴാണ് ആ വിഷയം മറ്റുള്ള ആളുകൾ അറിയുള്ളൂ. കുറേ നന്മ ചെയ്യാൻ നല്ല മനസ്സുള്ള ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊന്നും ഈ വിഷയം അറിയില്ല. മൻ യശ്ഫൗ ഷഫാഅത്തൻ യകുൻ ലഹു നസീബും മിൻഹു. ഒരാളൊരു നന്മക്ക് വേണ്ടിയിട്ട് ഒരു ശുപാർശ ചെയ്താൽ അതിലൊരു പങ്ക് അയാൾക്കുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾക്ക് നമ്മുടെ ഒരു വാക്ക് മുഖേന ഒരു വീട് ഉണ്ടാവുമ്പോൾ അതിൽ നമ്മളൊരു വീടുണ്ടാക്കി കൊടുത്ത ഒരു പ്രതിഫലമാണ് നമ്മൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. സയ്യിദ് അലി കുട്ടി സാഹിബ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ആളുകളോട് പറഞ്ഞു. മറ്റു പല സഹോദരങ്ങളും അതിൽ ഇടപെട്ടു. അങ്ങനെ അൽഹംദുലില്ലാ ആ ഒരു വീടിൻ്റെ കുറ്റിയടിച്ചു, അതിൻ്റെ പണി തുടങ്ങി, അതിനുള്ള പൈസയും ആയി. കഴിഞ്ഞ ഞായറാഴ്ച ഈ രാവിലെ ഈ ഒരു സമയത്ത് ആ കുട്ടി ഒരിക്കലും തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും എനിക്കൊരു വീടിൻ്റെ പിന്നെ പണി തുടങ്ങുമെന്നുള്ളത്. നമ്മളിവിടെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും ആലോചിച്ചിട്ടില്ല ഒരു യത്തീം കുടുംബത്തിന് അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഒരു വീടിൻ്റെ പണി നമുക്ക് ചെയ്തു കൊടുക്കാൻ നമ്മുടെ കൂട്ടായ്മയിലൂടെ കഴിയുമെന്നുള്ളത്. ഇത് അള്ളാഹിൻ്റെ ഒരു വലിയ തൗഫീഖാണ്. അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ഓരോ റിസ്ക് നൽകുന്ന മാർഗങ്ങൾ, റിസ്ക് ഭക്ഷണമായാലും അവർക്ക് വേണ്ട ഏത് രീതിയിലായാലും അള്ളാഹു എല്ലാത്തിനും ഒരു നിശ്ചയം വെച്ചിട്ടുണ്ട്, ഒരു ഖദർ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം ആകുമ്പോൾ അള്ളാഹു അയാൾക്ക് കൊടുക്കും. ആ കുടുംബത്തിന് 4 വർഷം ഷെഡിൽ താമസിക്കുക എന്നുള്ളത് അള്ളാഹു നിശ്ചയിച്ച സമയമാണ്. ആ 4 വർഷം കഴിഞ്ഞപ്പം അവർക്കൊരു നല്ല വീട് പിന്നെ അത് നല്ല വീടുണ്ടാവും എന്നുള്ളത് എന്താണ്, ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷം മുമ്പ് അള്ളാഹു രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിൽ ആ അള്ളാഹു ഭൂമിയിൽ അവൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ നമ്മൾക്ക് അള്ളാഹു അവസരം നൽകി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രവർത്തന മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത്, ഒരു അരി നമ്മൾ പാക്ക് ചെയ്യുന്നത്, ഒരാൾക്ക് നമ്മളൊരു വെള്ളം എടുത്തു കൊടുക്കുന്നത്, ഇതൊക്കെ ആ അടിമകളുടെ ആ ആളുകളുടെ മനസ്സിലുള്ള അള്ളാഹിനോടുള്ള തേട്ടത്തിന് അള്ളാഹു ഇജാബത്ത് നൽകുന്നത് നമ്മുടെ കൈകളിലൂടെയാണ് എന്നുള്ളതാണ്. ഇത് ഒരു വലിയ സൗഭാഗ്യമാണ് എന്നുള്ളതാണ്. ഈ സൗഭാഗ്യം നമ്മൾ തിരിച്ച് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു നന്മയിൽ പരമാവധി പിടിച്ചു നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുക. മനസ്സ് ഏത് സമയത്തും എന്തു ചെയ്യും, മാറിപ്പോകും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വലിയ ഒന്നാണ് സ്വർഗം എന്നുള്ളത്. ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് സഹാബത്തൊക്കെ അവരെ ജീവൻ നൽകി, സമ്പത്ത് നൽകി, വീടും കുടുംബങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചു പോയി. എന്നാൽ നമുക്ക് അങ്ങനെയുള്ള പ്രതിസന്ധികളിലൊന്നുമില്ലാതെ
സ്വർഗം നമുക്ക് ലഭിക്കാൻ പറ്റുന്ന ഒരു മേഖലയിൽ അള്ളാഹു നമ്മളെ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഓരോ ദിവസവും ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോഴും നമ്മുടെ കാഴ്ച നഷ്ടപ്പെടുന്നു, നമ്മുടെ കാലിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു, നമ്മുടെ എല്ലാം ശരീരം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോഴും ദുനിയാവും നമ്മുടെ ഖബറും തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയും ചെയ്യുന്ന ഈ ഒരു സമയത്ത് ശാശ്വതമായിട്ട് നമുക്ക് ജീവിക്കാൻ പല യാത്രകളിലും നമുക്കൊക്കെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ഒരു സഹോദരി വിളിക്കുന്നു വീടില്ല എന്ന് പറയുമ്പോൾ ആ സമയത്ത് ആ ഒരു യാത്രയിൽ മറ്റൊരു സഹോദരൻ വിളിക്കുകയാണ്, ഞാനൊരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് ആരാണ് ഇതിലൊക്കെ കണക്ട് ചെയ്യിക്കുന്നത് എന്നുള്ളതാണ്. ഒരു പരിചയമില്ലാത്ത നൂറുകണക്കിന് കിലോമീറ്ററുള്ള അപ്പുറത്ത് ഒരു പക്ഷേ ഈ സഹോദരി നേരെ പോയാൽ പോലും ആ വീട്ടിലേക്ക് ചിലപ്പം കയറാൻ കഴിയൂല. അങ്ങനെ ഒരു പരിചയമില്ലാത്ത വീട്ടിൽ അവരുടെ അക്കൗണ്ടിലുള്ള അവർ അൾമറയിൽ സൂക്ഷിച്ചിട്ടുള്ള പണമാണ് ഏതോ നാട്ടിലുള്ള പ്രയാസപ്പെടുന്ന ആളുകളുടെ വീട്ടിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നത് എന്നതാണ്. ഈ ഒരു അവസരം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ഇതിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി തൗഫീക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. വിധവകളുടെ കാര്യത്തിൽ വിധവകൾ മാനസികമായിട്ട് അവരുടെ അവസ്ഥകളിൽ ചരിത്രങ്ങളിലൂടെ ഖുർആനിലൂടെ പ്രവാചക വചനങ്ങളിലൂടെ കരുത്താർജിക്കുമ്പോൾ ആ വിധവകളെ ഉപയോഗിച്ച് ഈ യതീമുകളെ ഉപയോഗിച്ച് നമ്മുടെ പാരത്രിക ലോകത്ത് സമ്പന്നരാവുന്നതിന് വേണ്ടിയിട്ടുള്ള നന്മകൾ നമ്മൾ കരസ്ഥമാക്കണം എന്നുള്ളതാണ്. ആ വീട്ടുകാർ കുടുംബക്കാർ തിരിഞ്ഞു നോക്കാതെ, സ്വന്തം വീട്ടുകാർ തിരിഞ്ഞു നോക്കാതെ 2-3 ബസ്സുകൾ കയറി അവർ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള അവസരമാണ് എന്നുള്ളത് നമ്മുടെ സമ്പത്തായാലും കഴിവുകളായാലും സംസാരശേഷിയായാലും സംഘാടന മികവായാലും ഒക്കെ പരമാവധി നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട് വിനിയോഗിക്കുക. അള്ളാഹു നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم. السلام عليكم ورحمة الله.